ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഡീപ്പായിട്ടൊരു ക്ലീനിങ് വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ റമദാനൊക്കെ വരാറായിട്ടുണ്ട്. ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ റമദാനല്ലേ. അപ്പോൾ നമ്മളുടെ മനസ്സുകളും ശരീരങ്ങളും ഒക്കെ ഒരുങ്ങുന്നതോടൊപ്പം തന്നെ നമ്മൾ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിർബന്ധമുള്ള കുറേ ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്കാണ് ഞാനും ഇന്ന് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയ ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യണ സമയമൊക്കെ ആകുമ്പം കുട്ടികളൊക്കെ വീട്ടിലില്ലാത്തൊരു ടൈം നോക്കിയിട്ടാണ് ഡീപ്പ് ക്ലീനിങ്ങിൽ ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ രാവിലത്തെ നാസ്തയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. വെള്ളയപ്പവും കടലക്കറി ആയിരുന്നു. അപ്പോൾ അത് എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇനി നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയമാകുമ്പോൾ പറയുന്നത് ഭയങ്കര നിസ്സാരമായൊരു കാര്യമായിരിക്കാം, ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറയും, നനച്ചുകുളി എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ. പക്ഷേ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം എല്ലാ പണിയും കൂടി നമ്മൾ ഒരാൾ തന്നെ മൊത്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികപരമായിട്ടാണെങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തായാലും സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ആണെങ്കിലും മുതിർന്നവരൊക്കെ ആണെങ്കിലും സ്ത്രീകളൊക്കെ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. കാരണം അതിൻ്റേതായ അത്രയും ബുദ്ധിമുട്ടാണ് ഒരു വീട് മുഴുവൻ ക്ലീനാക്കുക എന്ന് പറയുന്നത്. കാരണം മാറാല തട്ടുന്നു, അതുപോലെ ഡീപ്പായിട്ട് ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർഷത്തിലൊരിക്കൽ ചെയ്യുന്നൊരു പണിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരണം നമ്മൾ ഡീപ്പായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ. എന്തായാലും റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഒരു ഭാഗമൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ എപ്പോഴും സ്വിച്ച് ഇടുന്നതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും നമ്മുടെ കയ്യിൽ അഴുക്ക് പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കളറ് മാറിയിരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു തുണിയൊക്കെ വെച്ച് ഇങ്ങനെ നനച്ച് കൊടുത്ത് ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഭാഗമൊക്കെ ശരിക്കും നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നല്ല, വീട്ടിൽ നമ്മൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടി അതിലൊന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടൊക്കെ ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ അത് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കുള്ളൂ, പിന്നെ കുട്ടികളാണ്. അവർ ഹെൽപ്പിങ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അവർ ചെയ്തു തരും. പക്ഷെ അവർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് 2 പണി ചെയ്യണതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോണ ദിവസം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവരെ ഇൻക്ലൂഡ് ആക്കാത്തത്. കാരണം പറഞ്ഞു കൊടുത്ത് നമ്മുടെ വായിൽ വെള്ളം വറ്റുന്ന പോലെ എന്താ പറയുക, 2 പണിയൊക്കെ ആക്കി തരും നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇൻക്ലൂഡ് ആക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ആക്കും. പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായ രീതിയിൽ ക്ലീനിങ് കാര്യങ്ങൾ നടന്നു പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പടപടയും നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അവരെ കാര്യങ്ങളിലൊന്നും ഞാൻ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ മാറാലെല്ലാം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ റൂം മൊത്തമായിട്ട് പൊടിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് കവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എല്ലാം മാറ്റിയതിന് ശേഷം പഴയ ഒരു ഷീറ്റ് ഞാനിങ്ങനെ വിരിച്ചിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് ഈ മാറാലൊക്കെ വന്ന് ചാടിയിട്ടുണ്ടാവുക. ഇനി അടിച്ച് വാരി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ബെഡ്റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലീൻ ആക്കുള്ളൂ. പിന്നെ മാറാല ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ക്ലീനിങ് നടത്തുമ്പം ഈ ആദ്യമേ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുമ്പോഴാണ് കാണുന്നത് അത്യാവശ്യം നല്ല പൊടി പിടിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടി കാര്യങ്ങളൊക്കെ വീട്ടിനകത്തുണ്ട്. ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ദിവസമായിട്ട് നമ്മൾ കർട്ടൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്ന് തന്നെ അലക്കുക, അന്ന് തന്നെ അത് ഉണങ്ങി വിരിച്ച് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ക്ലീനിങ് ഉള്ള ദിവസങ്ങളിൽ ഒന്നുകിൽ നിങ്ങൾ അന്നത്തെ ദിവസം കർട്ടൻ എടുക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളായിട്ട് ഓരോ ബെഡ്റൂമിൻ്റെ കർട്ടൻ നമ്മൾ അലക്കി ഉണങ്ങിയെടുക്കുക. അതാകുമ്പോൾ നമുക്ക് വലിയൊരു ജോലി ഭാരം കുറഞ്ഞിരിക്കും. പിന്നെ ഇതെൻ്റെ ഒരു ഫാമിലി ഫ്രെയിമാണ്. പഴയ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ അതിനകത്തുണ്ട്. മക്കളുടെയൊക്കെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ആ ഒരു പഴയ ഫോട്ടോ ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയും പോലെ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ഫ്രെയിം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇത് ബെഡ്റൂമിൽ ഞങ്ങൾക്ക് കാണാൻ പാകത്തിനാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പണ്ടത്തെ ഒരു ആ ഒരു ടൈമൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കാമല്ലോ. ഞാനിങ്ങനെ ഞാനിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി ബാത്റൂമിൻ്റെ ചവിട്ടി കാര്യങ്ങൾ എല്ലാം
എല്ലാം എടുത്ത് അതൊക്കെ ഒന്ന് അലക്കാനായിട്ടിടണം. അപ്പോൾ അടിച്ച് വാരുക, അതുപോലെ മാറാല തട്ടുക. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് 4 ബെഡ്റൂമിൻ്റെയും ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മൊത്തമായിട്ട് വീടിൻ്റെ ഒരു ക്ലീനിങ് കംപ്ലീറ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇനി നമുക്ക് സമയമില്ല, ഇനി അധിക ദിവസമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു വീഡിയോ പിടിച്ച് വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസത്തിന് മേളിലായിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം വേണം നമുക്ക്, കാരണം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ക്ലീനിങ്ങിൻ്റെ അന്ന് തന്നെയാണ് ഞാനും ഇതുപോലെ കർട്ടനൊക്കെ ഊരിട്ട് കഴുകുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് അന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും നമുക്ക് ഉണ്ടാകും. അത്രയും പണി നമ്മളെല്ലാവരും രാവിലെ മുതൽ വൈകിട്ട് വരെ ഒറ്റയ്ക്ക് ചെയ്യണമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് കൂടി ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ അത് വിരിച്ചിട്ടിടുകയാണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് റൂമിലേക്ക് കാട്ടിനിടാനായിട്ടും പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. ഇനി എൻ്റെ ഷോക്കേസിൽ കുറേ പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് പൊടികളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ പൊടികളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വയറ്റിലൊക്കെ പൊടികളായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ സോപ്പ് പൊടിയുടെ ആ ഒരു വെള്ളത്തിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഭയങ്കര കളർ വെക്കും. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് തന്നെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ മുക്കി വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മളൊരു കാര്യം പോലും പെൻഡിങ് ഇടാണ്ട് ഓരോന്ന് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. കാരണം അത് മാത്രമായിട്ട് ഇനി പിന്നത്തേക്ക് ഒരു പണി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓരോന്ന് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് അത്യാവശ്യം എല്ലാത്തിനും കൂടെ നല്ലൊരു ടൈമാണ്. അതുമാത്രമല്ല ഇന്നെല്ലാം കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് വയ്യായ്ക ഉണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല കേട്ടോ. കാരണം നാളത്തേക്ക് വെച്ചാലും നമ്മൾ തന്നെ ഇത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓരോന്നും കൃത്യമായിട്ട് നമ്മളൊരു എന്താ പറയുക, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന പണികളൊക്കെ ഉള്ളൂ. പിന്നെ അടുക്കളയിലെ ക്ലീനിങ് എന്ന് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നോമ്പിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. കഴുകിയിട്ട് ഉണക്കിയിട്ടും കൂടി വെക്കണം. പിന്നെ പുറത്ത് നല്ല വെയിലുള്ളത് കണ്ട് എന്ത് നമ്മൾ കഴുകി വെച്ചാലോ അപ്പം തന്നെ നമുക്കത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഈ സമയത്തൊക്കെയാണ് മുളകും മല്ലിയൊക്കെ ഉണങ്ങുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മോൻ്റെ കുറേ കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത്. അവൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചാമ്പയ്ക്ക ഇങ്ങനെ പഴുത്ത് കിടക്കണുണ്ട് കേട്ടോ. അപ്പം വിശന്നിട്ടാണോ അതോ എന്താണെന്നറിയില്ല, ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ചാമ്പങ്ങയുടെ ചോട്ടിൽ നിന്ന് മാറില്ല. ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് എരിവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി ഇങ്ങനെ കഴിക്കുക. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചാമ്പങ്ങ ബാഗിലിട്ട് കൊണ്ടുപോവുക. അങ്ങനെയുള്ള കുറേ ഓർമ്മകളൊക്കെയാണ് ഈ ചാമ്പങ്ങ ഇതുപോലെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബെഡ്റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും 4 ബെഡ്റൂമിൻ്റെയും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹാളിലെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ മാറാല ചെറിയ 8 കാലി ഇങ്ങനെ അവിടെ വല കെട്ടിയിട്ട് ഇങ്ങനെ മാറാലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ജിപ്സത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ 8 കാലിയൊക്കെ ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ചെയ്തപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം നമ്മുടെ ക്ലീനിങ് തീരാറായിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടെ അടിച്ചെടുത്ത് നമ്മൾ എന്താ പറയുക റൂമൊന്ന് ക്ലീൻ ആക്കാം. എല്ലായിടും ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പം മടി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവില്ല. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ അങ്ങനെ ഒരു പണിയുടെ പുറകിൽ കുറേ പണികളിങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ഓരോന്ന് എന്താ പറയുക ചെയ്യാനായിട്ട് ദിവസങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാമെന്നുള്ള രീതിയിലോ, ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാവുന്ന പണികളൊക്കെ ഉള്ളൂ. അല്ല ഒറ്റയ്ക്കാണ് അത്യാവശ്യം എന്താ പറയുക ഒരുപാട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പല ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓരോ വീട്ടമ്മമാർക്കും എളുപ്പം. അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ഇതൊക്കെ എൻജോയ് ചെയ്തും കൂടി ചെയ്യുക. കാരണം നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് ആണ്. അത് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് സമയം കിട്ടണം. ഓരോരുത്തർക്കും പല ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഒരു ശനിയോ ഞായറോ മാത്രമാണ് കിട്ടുള്ളൂ. വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ സമയം പോലെ നമുക്ക് നോക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ പാത്രങ്ങൾ കഴുകുന്ന പാത്രങ്ങൾ ഏകദേശം കുറേ ഉണ്ടായിരിക്കും എല്ലാ വീടുകളിലും. എടുക്കാത്ത പാത്രങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാ ദിവസവും എടുക്കുന്ന പാത്രങ്ങൾ നമുക്കത്ര ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന കുറേ പാത്രങ്ങളും ഷെൽഫിലൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ ഷെൽഫിൽ അങ്ങനെയാണ്, കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഒന്നല്ലെങ്കിൽ ഓരോ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ റമദാനൊക്കെ വരുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ആ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ടേ, അത് കഴുകണ്ടേ എന്നുള്ള മടിയൊക്കെ വെച്ചിട്ട് നമ്മളതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഇന്നതിപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊന്നും അല്ല, കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈമിങ് എടുത്തൊരു സമയം തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മടി പിടിക്കാതെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ വീടും എല്ലാ കാര്യങ്ങളും ക്ലീൻ ആവും. അപ്പോൾ ഈ ഒരു ഡിന്നർ സെറ്റാണ്, എന്താ പറയുക, കുറേ അതിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നതായിരുന്നു. കാരണം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനുള്ള ദിവസങ്ങളിലൊക്കെ മാത്രമാണ് എടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി ഷെൽഫിൽ കൊണ്ടുവെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ റമദാനൊക്കെ വരുന്നതുകൊണ്ട് എന്തായാലും ഇനി ഇതൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ ഞാനങ്ങനെ തിണ്ണയിലിങ്ങനെ അടുക്കളയുടെ ആ തിണ്ണയിൽ തന്നെ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറിയിട്ട് വേണം ഇനി അതെല്ലാം അടുക്കി ഒതുക്കി വെക്കാനായിട്ട്. അപ്പോൾ മാഷാ അല്ലാ, എന്താ പറയുക, 2-3 ദിവസം കൊണ്ട് എൻ്റെ വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.